പാർലമെന്റിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണെന്ന് പി സന്തോഷ് കുമാർ എം പി. പാർലമെന്റ് മന്ദിരത്തിലെ കാന്റീനിൽ പോകുന്നതും മുറിയിലിരിക്കുന്നതുമല്ല ആഭ്യന്തരമന്ത്രിയുടെ പ്രവർത്തനം. FCRA ബിൽ സഭയിലെത്തുന്ന കാര്യം മിസോറാം മുഖ്യമന്ത്രി അറിഞ്ഞത് വിചിത്രമാണ്. FCRA ബിൽ JPCക്ക് വിടാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും പി സന്തോഷ് കുമാർ മീഡിയ ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തിയിട്ട് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. നിരന്തരം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സഭയിലെത്തണമെന്നാണ്. രാജ്യസഭയിലെ CPI നേതാവ് പി സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇനി കേവലം 3-4 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സഭയിൽ ഇതുവരെ ആഭ്യന്തരമന്ത്രി എത്തുന്നില്ല. ഈ സമരം ഒന്ന് മാറ്റിപ്പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഏത് തരത്തിലാണ് നിങ്ങളുടെ ഇനിയൊരു പ്രതികരണം ഉണ്ടാകുക? അമിത്ഷാ സഭയിലെത്തി വിദ്യാർത്ഥി വേട്ടയെ സംബന്ധിച്ചും അതിന്റെ ഭാഗമായി നടന്ന വെടിവെപ്പിനെ കുറിച്ചും ഒരു പ്രസ്താവന നടത്തണം എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം അവസാനം രാജ്യസഭാ ചെയർമാൻ തന്നെ അതിനോട് അത് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിയെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി പരസ്യമായിട്ട്. പക്ഷെ എന്നിട്ടും അമിത്ഷാ വന്നില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, പാർലമെന്ററി കാര്യ മന്ത്രി പറയുന്നത് എല്ലാ ദിവസവും വരുന്നുണ്ടെന്നാണ്. എല്ലാ ദിവസവും ഈ പാർലമെന്റ് മന്ദിരത്തിനകത്തേക്ക് വരുന്ന ഒരാൾ അവിടെ വന്നിട്ട് ഏത് മുറികളിലാണ് പിന്നെ പോയിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരാൾ പാർലമെന്റിൽ വരിക എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോക്കും പാർലമെന്റിന്റെ മുറിയിലിരിക്കലും മാത്രമാണോ? പാർലമെന്റിൽ എത്തുന്നു എന്ന് പറയുന്നതിന്റെ മലയാളം പാർലമെന്റിൽ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുക, സഭക്കകത്ത് കടക്കുക എന്നുള്ളതാണ്. മന്ത്രിമാരൊക്കെ മുഴുവൻ സമയം നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നൊന്നും ആരും വാശി പിടിക്കുന്നില്ല. പക്ഷെ ഇത്ര ഗുരുതരമായ ലാത്തിച്ചാർജും വെടിവെപ്പും ഒക്കെ ഉണ്ടായിട്ട് രാജ്യം മുഴുവൻ ആവശ്യപ്പെട്ടിട്ട് ഒരു പ്രസ്താവന നടത്താൻ എന്താണ് മടി? ഇപ്പൊ ഏത് മന്ത്രി എപ്പോൾ വരണം എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതൊക്കെ ഒരർത്ഥത്തിൽ നിരർത്ഥകമായിരിക്കുന്ന ഒരു കാര്യമാണ്. FCRA ബില്ല് വന്നു കഴിയുമ്പോൾ മുൻകാല പ്രാബല്യം ഇല്ലാതെയാണ് നടപടികൾ എടുക്കുക കാര്യങ്ങൾ പറയുന്നു. ക്രൈസ്തവ സംഘടനകളുമായി ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തുന്നു. ഈ തരത്തിലുള്ളൊരു ഭേദഗതി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞങ്ങള് ഇത് സംബന്ധിച്ചിട്ട് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ പറയാൻ പറ്റൂ. ബാക്ക് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വർത്തമാനം പറയുന്നതാണ്. ഇനി അത് എടുത്തു കളഞ്ഞാൽ പോലും രജിസ്ട്രേഷനെ സംബന്ധിച്ച മൗലികമായ കാര്യങ്ങൾ നിൽക്കുന്നു. രജിസ്ട്രേഷൻ കൊടുക്കാനും കൊടുത്തത് ക്യാൻസൽ ചെയ്യാനും ക്യാൻസൽ ചെയ്ത് എന്നേക്കുമായി ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള അധികാരം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ കയ്യിലാണ്. അത് വളരെ ഫ്ലിംസിയായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദുരുപയോഗപ്പെടുത്തപ്പെട്ടേക്കുമെന്ന കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. ഇത് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഭാഗമായുള്ള ചില സംഘടനകൾക്ക് മാത്രം വിദേശ സഹായവും ബാക്കി എല്ലാവർക്കും നിഷേധിക്കപ്പെടുന്ന ന്യായമായ മനുഷ്യാവകാശപരമായ കാര്യങ്ങൾ കിട്ടുന്നതിനെ നിഷേധിക്കുന്ന ഒരു ബില്ലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിർബന്ധമായും വരണം. FCRA ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഈ സമീപനം പാടില്ല. ഇതുതന്നെയാണ് CPIയുടെ അഭിപ്രായം. സനോജ് കുമാർ ബേപ്പൂറിനൊപ്പം D ധനസുമോദ്, മീഡിയ 1, ഡൽഹി.